Hi my dear students, welcome to Bosco Campus Vision. This is Asha SV from PG Department of Commerce. We are on the 42nd lecture of Income Tax Law and Practice. We are dealing with clubbing of income and set-off and carry forward of losses. In the last class also we have discussed a problem relating to set-off and carry forward of losses. And today we are going to discuss about a problem with some more adjustments. Tax treatments. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്തിരി ഒരു വലിയ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരും ക്വസ്റ്റ്യൻ കണ്ട് ആരും ഞെട്ടണ്ട, അല്ലെങ്കിൽ ആൻസർ കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോയാൽ മതി, നിങ്ങൾക്ക് ഒരു തെറ്റും തരത്തില്ല. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദി ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Mr. Manoj Kumar furnishes the following particulars of his income during the previous year, 31st May 2019. Taxable income from salary 1,38,000. Income from house property. Income from house A 38,000. Loss from house B 16,000. Loss from house C 14,500. Next one is business income. Profit from business before depreciation 97,000. Current year depreciation 16,500. Preceding year business loss 4,500 and speculation profit 4,000. Capital gain, short term capital gain profit എന്ന് പറയുന്നത് gain തന്നെയാണ് 16,000. Long term capital profit in shares 5,200. Long term capital loss on buildings 12,500. There is a brought forward loss of 9,000 from house property during the previous year 2016-17. Compute the gross total income. So നമുക്ക് ആൻസറിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടു. നമുക്ക് ഇവിടെ 4 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. So the first one is income from salary. ഒന്നും ചെയ്യണ്ട, ആ സാലറി ഇൻകം എടുത്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. സോ ഞാനിവിടെ 2 കോളമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങളും 2 കോളമായിട്ടാണ്. നമ്മൾ പ്രൊഫഷൻ ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങളും 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞുള്ള നെക്സ്റ്റ് എമൗണ്ട് മാത്രം ഔട്ടർ കോളത്തിൽ എഴുതുക. സോ ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. എക്ക് പ്രോഫിറ്റ്, ബിക്ക് സിക്ക് ലോസ്. സോ എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 38,000. ബിക്ക് സിക്ക് ലോസ്. അത് ആ പർട്ടിക്കുലർ ഇൻകം ഉണ്ടെങ്കിൽ, ഇവിടെ ഇൻകം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ബാലൻസ് നമുക്ക് എത്ര കിട്ടും? 7,500. ഏറ്റവും ഇന്ന് നോക്കേണ്ടത് അവിടെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ ഏറ്റവും അവസാനത്തെ സെന്റൻസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 9,000. But നമുക്ക് 7,500 ഉള്ളൂ. ഇത് ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. This can be set off only from the head income from house property 9,000. So carry forward. ബാക്കി 9,000 ഇല്ല, നമുക്ക് 7,500 ഉള്ളൂ. So ഈ balance 1,500 shall be carry forward to next year. So ഇത്രയും ആണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഹെഡിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ, സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് പ്രത്യേക ഇൻകം ഒന്നും ഇല്ല, നമ്മൾ അവിടെ ഡാഷ് ഇട്ടു. Then next one is business income. Business income 97,000 ഉണ്ട്. ബിസിനസ് ഇൻകത്തിൽ നിന്നും നമുക്ക് കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം 16. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ എന്തുകൊണ്ട് ബിസിനസ് ഇൻകത്തിൽ ലെസ് ചെയ്തില്ല? ബിക്കോസ് അവിടെ ബിസിനസ് ഇൻകം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് ലെസ് ചെയ്തു. സോ കറന്റ് ഇയർ ഡിപ്രീസിയേഷൻ 16,500, ബാക്കി 80,500. Then അവിടെ ഒരു ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട് 4,500. നമ്മൾ കുറച്ചു, ബാലൻസ് 76,000. There is a speculation profit. അത് ഞാൻ എടുത്തെഴുതി, നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെഴുതിയത്. വേണമെന്നുണ്ടെങ്കിൽ 76,000 കൂടെ ആഡ് ചെയ്ത് എനിക്ക് കാണിക്കാമായിരുന്നു. ബട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തെഴുതിയത്. Then നമ്മുടെ next set of income is capital gain. We have long term capital gain 5,200. There is a long term capital loss 12,500. 7,300. Long term capital gain loss can be set off only from long term capital gain. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ കാട്ടിലും കുറവാണെങ്കിൽ സോ നമുക്ക് 7,300 is carry forward to next year. Okay, we have short term capital gain 16,000. So നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി, ബിസിനസ് ഇൻകം, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോങ് ടേം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. So we have gross total income 2,34,000. So ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു, നല്ല സ്പേസ് ഇട്ട് എഴുതി ചെയ്യുക. That's all about today's session. This is Asha S. signing off from Bosco Campus Vision.